നമസ്തേ, സൗഭാഗ്യസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടും വെറൈറ്റി അല്ലാത്ത സ്വീറ്റ് പൊട്ടാറ്റോ പൊടി മാസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ കടുക്, ഉഴുന്നുപരിപ്പ്, ജീരകം, ഒരു 2 ഉലുവ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുനുകുനാന്നരിഞ്ഞ് പച്ചമുളക്, കൂടെ കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു പിടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ ഒരു കൈപ്പിടി ചിരകിയ തേങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു 2 മിനിറ്റ് വേവിക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ക്യാരറ്റ് ഉപ്പേരി ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇതിലേക്ക് ഓൾറെഡി 2-3 വിസിൽ വന്ന് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ തൊലി കളഞ്ഞ് സ്മാഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഉടച്ച് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ചേർക്കാം. ഓൾറെഡി സ്വീറ്റ് പൊട്ടാറ്റോ ഉപ്പിട്ടിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചിരുന്നത്. ഇതിലിപ്പോൾ വേണമെങ്കിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് വേണമെങ്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഹായ്, നല്ല കളർഫുള്ളായിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ പൊടിമാസ് റെഡിയാണ്. നല്ല കട്ട തൈരും അതുപോലെ മറ്റേ ചെറിയ മുളക് ഉപ്പിലിട്ടതൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് ഒരു കാച്ചിയാൽ എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല.